നമസ്കാരം. ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും പുനർനിർമ്മാണത്തിനും വേണ്ടി രൂപീകരിച്ച ബോർഡ് ഓഫ് പീസ് എന്ന പുതിയ അന്താരാഷ്ട്ര സംഘടനയിൽ സഹകരിക്കാൻ ഇന്ത്യയും ക്ഷണിച്ചിരിക്കുകയാണ് US. ഗസയിലെ ഭരണം ഏകോപിപ്പിക്കുക, ധനസഹായം ലഭ്യമാക്കുക, ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിനു ശേഷം ഗസയെ സമാധാനത്തിലേക്കും വികസനത്തിലേക്കും നയിക്കുക എന്നിവയാണ് ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം. ട്രംപ് അധ്യക്ഷനാവുന്ന സമിതിയിൽ നേരത്തെ പാകിസ്ഥാനും ക്ഷണം ലഭിച്ചിരുന്നു. 60ഓളം രാജ്യങ്ങൾക്കാണ് സമാധാന സമിതിയിലേക്ക് ക്ഷണം ലഭിച്ചത്. ഇന്ത്യയെ ഈ പുതിയ സംഘടനയിൽ അംഗമാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്ഷണിച്ചതായി വാഷിംഗ്ടണിലെ ഔദ്യോഗിക വൃത്തങ്ങളാണ് ഇന്നലെ അറിയിച്ചത്. ഫലസ്തീനും ഇസ്രായേലിനും സ്വീകാര്യമായ രാജ്യം എന്ന നിലയ്ക്കാണ് ഇന്ത്യയെ US കാണുന്നത്. ഇസ്രായേലുമായി തന്ത്രപരമായ പങ്കാളിത്തം പിന്തുടരുന്ന ഇന്ത്യ ഫലസ്തീന് മാനുഷിക പിന്തുണയും സഹായവും നൽകുകയും ചെയ്യുന്നു. ഈജിപ്ത് വഴി ഗസയിലേക്ക് സഹായം അയച്ച രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെട്ടിരുന്നു. വെടിനിർത്തലിന് ശേഷം ട്രംപിന്റെ 20 സമാധാന പദ്ധതിയുടെ ഭാഗമായിട്ട് ജനുവരി 15-നാണ് സമാധാന സമിതി രൂപീകരിച്ചത്. ഭാവിയിൽ രാജ്യാന്തര സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനമായും സമാധാന സമിതിയെ മാറ്റാൻ ഉദ്ദേശമുണ്ട്. ഗസയുടെ ഭരണം മേൽനോട്ടം വഹിക്കാൻ ഉദ്ദേശിച്ചുള്ള അന്താരാഷ്ട്ര ബോർഡ് ഓഫ് പീസ് എന്ന സമിതിയിലെ സ്ഥിരാംഗത്തിനായി $100 കോടി, അതായത് ഏകദേശം 8.300 കോടി രൂപ നിശ്ചയിക്കുന്നതിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ പറഞ്ഞു. US പ്രസിഡന്റിന്റെ പുതിയ സംരംഭത്തിന്റെ സ്ഥാപക എക്സിക്യൂട്ടീവ് ബോർഡിലേക്ക് ബ്ലെയർ നിയമിതനായിരുന്നു. ഗസ സംഘർഷം അവസാനിപ്പിക്കാനുള്ള തന്റെ 20 സമഗ്ര പദ്ധതി നടപ്പിലാക്കാനുള്ള ഒരു പ്രധാന ചുവടുവെപ്പാണ് ഈ സമിതിയുടെ രൂപീകരണമെന്ന് ട്രംപ് വെള്ളിയാഴ്ച പ്രസ്താവിച്ചിരുന്നു. അതേസമയം ബോർഡ് ഓഫ് പീസ് ഐക്യരാഷ്ട്രസഭയ്ക്ക് പകരമായി വരുമോ എന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങളും വിമർശകർക്കിടയിൽ ഉയർന്നിട്ടുണ്ട്. ബ്ലൂംബർഗ് ആദ്യം റിപ്പോർട്ട് ചെയ്ത ബോർഡ് ഓഫ് പീസിന്റെ കരട് ചാർട്ടർ അനുസരിച്ച് ഓരോ അംഗരാജ്യത്തിനും പരമാവധി 3 വർഷത്തേക്കാണ് കാലാവധി ലഭിക്കുക. എന്നാൽ ആദ്യ വർഷത്തിനുള്ളിൽ $100 കോടി സംഭാവന ചെയ്യുന്ന രാജ്യങ്ങൾക്ക് സ്ഥിരാംഗത്വം ലഭിക്കും. ഈ ഫണ്ട് സംഭാവന ചെയ്യേണ്ടത് നിർബന്ധമില്ലെന്ന് ഒരു US ഉദ്യോഗസ്ഥൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പക്ഷേ ഇത് ചെയ്യുന്നവർക്ക് 3 വർഷത്തെ കാലാവധിക്ക് പകരം സ്ഥിരം അംഗത്വം ലഭിക്കുമെന്നും ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു. ഈ ഫണ്ട് ഗസയുടെ പുനർനിർമ്മാണത്തിനായുള്ള ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾക്ക് വിനിയോഗിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. സ്ഥിരാംഗത്തിനുള്ള ഈ ഫീസ് ബ്ലെയർക്ക് അറിയാമായിരുന്നോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ വക്താവ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അദ്ദേഹം ബോർഡ് ഓഫ് പീസിലെ അംഗത്വം നിർണയിക്കുന്നതിൽ ഉൾപ്പെട്ടിട്ടില്ല. UN അംഗീകരിച്ച ഗസ സമാധാന പദ്ധതി നടപ്പിലാക്കുന്നതിനായി ശമ്പളമില്ലാത്ത ഒരു റോളിൽ അദ്ദേഹം പ്രവർത്തിക്കും. സംഘർഷബാധിത പ്രദേശങ്ങളിൽ സ്ഥിരത പ്രോത്സാഹിപ്പിക്കുവാനും വിശ്വസനീയവും നിയമപരവുമായ ഭരണം പുനഃസ്ഥാപിക്കാനും ശാശ്വത സമാധാനം ഉറപ്പാക്കാനും ശ്രമിക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയായിട്ടാണ് ബോർഡ് ഓഫ് പീസിനെ അതിന്റെ ചാർട്ടറിൽ വിശേഷിപ്പിക്കുന്നത്. ട്രംപ് ഈ ബോർഡിന്റെ ചെയർമാനായി പ്രവർത്തിക്കുകയും ഫണ്ടുകൾ നിയന്ത്രിക്കുകയും ചെയ്യും. ഈ കരട് ചാർട്ടറിനെ പല രാജ്യങ്ങളും ശക്തമായി തന്നെ എതിർത്തിട്ടുണ്ടെന്നും ബ്ലൂംബർഗുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. ബോർഡ് ഓഫ് പീസ് ഐക്യരാഷ്ട്രസഭയ്ക്ക് പകരമാകാൻ ഉദ്ദേശിച്ചുള്ളതല്ലെന്നും എന്നാൽ അന്താരാഷ്ട്ര നേതാക്കളെ കൂടുതൽ കർമ്മനിരതരാക്കാൻ ഇത് പ്രേരിപ്പിക്കുമെന്നും ഒരു US ഉദ്യോഗസ്ഥൻ AP-യോട് വിശദീകരിച്ചു. എങ്കിലും അന്താരാഷ്ട്ര നേതാക്കൾക്ക് അയച്ച കത്തിൽ ബോർഡ് ഓഫ് പീസിനെ ആഗോള സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള ധീരമായ സമീപനം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നതെന്ന് 2 നയതന്ത്രജ്ഞർ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ട്രംപ് ഐക്യരാഷ്ട്രസഭയാണ്. UN ചാർട്ടറിന്റെ അടിസ്ഥാന തത്വങ്ങളെപ്പോലും ഇത് അവഗണിക്കുന്നു. ഒരു നയതന്ത്രജ്ഞൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കരട് ചാർട്ടർ അനുസരിച്ച് ബോർഡ് ഓഫ് പീസിന് കീഴിലായിരിക്കും ഗാസ ബോർഡ് ഓഫ് പീസ് പ്രവർത്തിക്കുക. ഈ ബോർഡിന്റെ ചെയർമാൻ എന്ന നിലയിൽ ആരെയാണ് ഇതിലേക്ക് ക്ഷണിക്കേണ്ടതെന്ന് തീരുമാനിക്കാനും സംഘടനയുടെ ഔദ്യോഗിക മുദ്ര നിശ്ചയിക്കാനും വോട്ടിംഗ് കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കാനുമുള്ള അധികാരം ട്രംപിനായിരിക്കും. ആഗോള സമാധാന ബന്ധങ്ങളുടെ ഉത്തരവാദിത്തം ബോർഡ് ഓഫ് പീസ് വഹിക്കുമ്പോൾ ഗസ മുനമ്പിന്റെ പുനർനിർമ്മാണ ചുമതല ഗസ എക്സിക്യൂട്ടീവ് ബോർഡിനായിരിക്കും.